ശ്രീ വിജി തമ്പി, ഇത് ക്ഷേത്രോത്സവമാണോ അല്ലെങ്കിൽ CPM-ന്റെ പാർട്ടി സമ്മേളനമാണോ? നമസ്കാരം. സത്യം പറഞ്ഞാൽ ഈ ക്ഷേത്രം എന്താണെന്നറിയാത്ത, ആ ക്ഷേത്രത്തിലെ ചൈതന്യം എന്തെന്നറിയാത്തവർ ക്ഷേത്ര ഭരണസമിതിയിൽ വന്നാലുള്ള ദൂഷ്യമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കടയ്ക്കൽ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അവിടെ ഒരു കാവിക്കൊടി കെട്ടിയാൽ അതിനെ അഴിച്ചു മാറ്റാൻ പറയുന്നവരാണ് അവിടെ DYFIയുടെ ഫ്ലാഗ് സ്റ്റേജിൽ പ്രദർശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതുപോലത്തെ പാട്ടുകൾ അവിടെ വയ്ക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും മരത്തിൻ്റെ മുകളിൽ പാർട്ടിയുടെ കൊടി കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ ഈയിടയ്ക്ക് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്തുള്ള യക്ഷിയമാൽത്തറ ആ ക്ഷേത്രത്തിൽ കാവിക്കൊടി എന്ന് പറഞ്ഞാൽ ഈശ്വരീയമാണത്, അത് ക്ഷേത്രത്തിൻ്റെ ബന്ധപ്പെട്ടതാണ്. ആ കാവിക്കൊടിയിൽ യാതൊരു അടയാളങ്ങളുമില്ല. ഇപ്പോൾ BJPയുടെയോ അല്ലെങ്കിൽ മറ്റ് വിശ്വ പരിഷത്തിൻ്റെയോ അല്ലെങ്കിൽ RSSൻ്റെയോ ഒന്നുമില്ല. സാധാരണ കാവിക്കൊടി കെട്ടിയത് കാവിക്കൊടി കിട്ടാൻ പാടില്ല എന്ന് പറഞ്ഞ് തിട്ടൂരമിറക്കി. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൽ സത്യം പറഞ്ഞാൽ വളരെ വിഷമം തോന്നി. കാര്യം ആറ്റുകാൽ ക്ഷേത്രത്തിലെ ആ വലിയ ബലിക്കൽ പുരയിലാണ് ഈ പോലീസുകാർ ബൂട്ടുമുട്ട് നിൽക്കുന്നത്. മാത്രമല്ല മറ്റു കുറേ ആൾക്കാരും. ഒരു ഈശ്വര വിശ്വാസിയായ ഒരാൾ ക്ഷേത്രത്തിനകത്ത് കയറുമ്പോൾ അയാൾ ഇനി ആരിടാൻ പറഞ്ഞാൽ പോലും അയാൾക്ക് ആ ചെരുപ്പിട്ടുകൊണ്ട് അകത്ത് കയറാൻ തോന്നുന്നില്ല. അപ്പോൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ പോലീസുകാരനായാലും പട്ടാളക്കാരനായാലും ആരായാലും അയാൾ ഒരു ഈശ്വര വിശ്വാസിയാണെങ്കിൽ ഒരിക്കലും ഒരു ക്ഷേത്ര മതിൽക്കെട്ടിനകത്തേക്ക് ചെരുപ്പ് ഉപയോഗിച്ച് കയറില്ല. കാര്യം അത് എത്രയോ കാലങ്ങളായിട്ടുള്ള ആചാരമാണ്. അപ്പോൾ ആ ആചാരം ലംഘിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നിട്ടുള്ളവരാരും ഈശ്വര വിശ്വാസികളല്ല, അവരെല്ലാം ഈ CPM-ൻ്റെ അനുയായികളാണെന്നുള്ള കാര്യത്തിൽ 100% ശരിയാണ്. ഈ പോലീസിനെ മൊത്തം ചോപ്പാക്കിയിരിക്കുകയാണ്. ആ ചോപ്പാക്കിയതിൻ്റെ ഭാഗമാണിത്. നമ്മൾ കണ്ടതല്ലേ ശബരിമലയിൽ പൊന്ന് 18-ാം പടിയിൽ പോലീസുകാർ നിരന്ന് നിന്ന് ഫോട്ടോഷൂട്ട് നടത്തിയത്. അത് വലിയ ഇഷ്യൂ ആയില്ലേ? അത് ഞാൻ ചോദിക്കട്ടെ, ഒരു 18-ാം പടി, ഇത്രയും പവിത്രമായ 18-ാം പടിയിൽ പോയി നിന്ന് തിരിഞ്ഞു നിന്ന് ഭഗവാന് തിരിഞ്ഞു നിന്ന് ഫോട്ടോഷൂട്ട് നടത്തണമെങ്കിൽ ഒരാളെങ്കിലും വിശ്വാസിയായിരിക്കുമോ? അപ്പോൾ അതുപോലുള്ള ആൾക്കാരാണ് ഇത്തവണ ഈ ആറ്റുകാൽ ക്ഷേത്രത്തിൽ കയറിയത്. പക്ഷേ അവിടുത്തെ കമ്മിറ്റിക്കാർ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു. അവരതിനെ തടയണമായിരുന്നു. പറ്റില്ല എന്ന് പറയണമായിരുന്നു. ബൂട്ടിട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയണമായിരുന്നു. അതെന്തുകൊണ്ടോ സംഭവിച്ചില്ല. എന്തോ കമ്മിറ്റിയിലും പാർട്ടിക്കാരാണല്ലോ. ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രങ്ങൾ എന്താണെന്നറിയാത്ത, ക്ഷേത്ര ചൈതന്യത്തെപ്പറ്റി ബുദ്ധിയും വിവരവും ഇല്ലാത്തവർ കമ്മിറ്റികളിൽ കയറിയാലുള്ള ദോഷമാണ് ഈ പറയുന്നത്. കടയ്ക്കൽ ക്ഷേത്രത്തിലായാലും ശരി, അതിൽ കതിരൂർ ഇതുപോലെ ഒരിക്കൽ പണ്ട് വടക്കേ മലബാറിൽ ഇതുപോലെ ചെകുവേരയുടെ പടം വെച്ചെന്ന് വലിയ ഇഷ്യൂ ആയതാണ്. വീണ്ടും ചെകുവേരയുടെ പടം വെച്ചിട്ട്, ചെകുവേരയുടെ പടമാണോ ക്ഷേത്ര ഉത്സവത്തിന് വെക്കേണ്ടത്? ആരായി ചെകുവേര? അവൻ ആരാ? അയാളുടെ പടമാണോ ക്ഷേത്ര ഉത്സവത്തിൽ വയ്ക്കേണ്ടത്? പാർട്ടിയുടെ വലിയ ആളായിരിക്കാം, പക്ഷേ അത് ക്ഷേത്രമായിട്ട് എന്താ ബന്ധം? ആ പാർട്ടി സമ്മേളനത്തിൽ ചെകുവേരയുടെയോ അല്ലെങ്കിൽ മാവോസോ തിങ്ങിൻ്റെയോ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ ആര് പടം വയ്ക്കട്ടെ, ആർക്കും വിരോധമില്ലല്ലോ. ക്ഷേത്രങ്ങളാണ്. ആ ക്ഷേത്രങ്ങളിൽ ഈശ്വരീയമായ കാര്യമാണ്. അവിടെ ഈശ്വരൻ്റെ പ്രതിബിംബങ്ങളെയാണ് അവിടെ വയ്ക്കേണ്ടത്, അല്ലാതെ ചെകുവേരയുടെയോ അല്ലെങ്കിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെയോ പ്രതിബിംബങ്ങളെ അല്ല അവിടെ വയ്ക്കേണ്ടത്. അത് ഓരോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രങ്ങൾ, പണ്ട് ഈ ക്ഷേത്രങ്ങളെ പറ്റി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്രയും വലിയ ചിന്തയില്ലായിരുന്നല്ലോ. ദേവസ്വം ബോർഡുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന കാലം എന്നാ വന്നത്? ഈ പറഞ്ഞ ശബരിമല വിധിക്ക് ശേഷമല്ലേ വന്നത്? അതിന് ശേഷമാണ് മനസ്സിലായത് ഹിന്ദുക്കൾ ഒന്നാവണമെങ്കിൽ അത് ക്ഷേത്രങ്ങളിലൂടെ പറ്റുമെന്ന്. അപ്പോൾ ക്ഷേത്രങ്ങളെ എങ്ങനെയും നശിപ്പിക്കുക, ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കുക, ക്ഷേത്രങ്ങളിലെത്തുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റുക, ഇത് കൃത്യമായ അജണ്ടയാണ്. ഈ അജണ്ടയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. അതിപ്പോൾ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ കടയ്ക്കൽ നടക്കുന്നൊരു സംഭവിച്ചു കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർക്ക് അറിയാൻ പറ്റൂ. പക്ഷേ അവിടെ ഉള്ളവർക്ക്, ആ ക്ഷേത്രത്തിൽ വരുന്ന യഥാർത്ഥ ഹിന്ദു ഭക്തർക്ക് അപ്പം തന്നെ മനസ്സിലാക്കാമല്ലോ. അവർ തടയണം. ആ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ നോക്കാം. നമുക്ക് ചില കാര്യങ്ങളിൽ അപ്പോഴപ്പോൾ പ്രതികരിക്കണം, അല്ലാതെ ഇന്ന് കാണുന്ന കാര്യത്തിൽ നാളെ പ്രതികരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അത് തടയുക തന്നെ വേണം. ഇപ്പോൾ ആറ്റുകാലിൽ സംഭവിച്ചു. ആറ്റുകാലിൽ ഇപ്പോൾ കമ്മിറ്റിക്കാരില്ലെങ്കിലും അവിടെ എത്രയോ ഭക്തജനങ്ങളുണ്ടായിരുന്നു. അവർക്ക് തടയാമല്ലോ. പറ്റില്ല എന്ന് പറയാമല്ലോ. പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാവും. എപ്പോഴും ഇഷ്യൂ ഉണ്ടായാലേ പരിഹാരം ഉണ്ടാവും, അല്ല പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ കതിരൂർ, അത് വരുമ്പോൾ ആൾക്കാർ തടയണം. അപ്പോൾ ഇനി ഞങ്ങളുടെ കാലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശക്തമായി പ്രതികരിക്കണം. കടയ്ക്കലും കതിരൂരൊക്കെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളാണ്. ശക്തി കേന്ദ്രങ്ങളാവാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആരെങ്കിലും പ്രതികരിച്ചാൽ, ആരെങ്കിലും ഇതിനെ എതിർത്താൽ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് താങ്കൾക്കറിയാലോ. അതുകൊണ്ട് ജീവനിൽ കൊതിയുള്ളവർ പ്രതികരിക്കില്ല. ഇപ്പോൾ പാർട്ടിക്ക് അകത്തുള്ളവർക്ക് പോലും ഒരുപക്ഷെ പ്രതിഷേധം ഉണ്ടാവും, അമർഷമുണ്ടാവും, എതിർപ്പുണ്ടാവും. പക്ഷേ എങ്കിലും അവർക്കൊന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ. അല്ല, ഇതുകൊണ്ട് നേരത്തെ ഞാൻ ശ്രീ നടേശൻ പറഞ്ഞതുപോലെ ഇത് അവരുടെ കാലിൻ്റെ മടിയിലെ മണ്ണാണ് ഒലിച്ചു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവരത് മനസ്സിലാക്കുന്നില്ല. കാരണം
ഏതാ ഹിന്ദുക്കൾ ഇപ്പോൾ CPM-ലായാലും ഏത് പാർട്ടിയിലായാലും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ടാവും. പലപ്പോഴും ഭയന്നിട്ടായിരിക്കും ചിലപ്പം വിശ്വാസം പുറത്ത് പറയാത്തത്. മാത്രമല്ല ഇതിലുള്ള ഏറ്റവും വലിയ ദോഷം വേറൊന്നുമല്ല, ഈ ഹിന്ദു ക്ഷേത്രങ്ങളെ അവഹേളിക്കുന്നതോടുകൂടി ഇവിടെ കേരളത്തിലൊരു മതസൗഹാർദ്ദമാണ് നശിക്കാൻ പോകുന്നത്. പല ക്ഷേത്രങ്ങളിലും പല മറ്റ് മതസ്ഥരും പോലും അവിടുത്തെ ഉത്സവങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ ചങ്ങനാശ്ശേരി നടക്കുന്ന ഉത്സവത്തിൽ ഇസ്ലാം സമുദായം വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ അവരുടെ ചന്ദനക്കുടത്തിലും ഇവിടുന്ന് ഹിന്ദുക്കളുടെ സഹായമുണ്ട്. ഇതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിലായാലും എത്രയോ അന്യമതസ്ഥർ അവിടെ വന്ന് പൊങ്കാലയിടുന്നു. അപ്പോൾ അവരൊക്കെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള സൗഹാർദ്ദം പോലും തകർക്കാൻ, അതായത് തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടി മുട്ടനാടിനെ കൂട്ടിയിടിച്ച് അതിൻ്റെ ചോര കാണാൻ വേണ്ടി കൊതിക്കുന്ന ഒരു വർഗമായി CPM അധപ്പതിച്ചിരിക്കുന്നു. കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. വളരെ സങ്കടം തോന്നും. കാരണം ഇതിന് മുമ്പുള്ള കാലത്ത് അതില്ലല്ലോ. ഇപ്പോൾ അവർക്ക് അവരുടേതായ കാര്യം, പാർട്ടിയുടെ കാര്യം നോക്കട്ടെ, ഭരിക്കേണ്ട എന്ന് പറയുന്നില്ല നമ്മൾ. മറ്റുള്ള കാര്യങ്ങളിൽ എന്തിനാ അനാവശ്യമായി ഇടപെടുന്നത്? ക്ഷേത്ര വിഷയങ്ങളിൽ അനാവശ്യമായി ഇടപെടേണ്ട ആവശ്യം എന്താ? ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിലായാലും ശരി, മറ്റ് ക്ഷേത്രങ്ങളിലായാലും ശരി, ക്ഷേത്രത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ തീരെ അവഹേളിക്കുന്ന രീതിയിൽ, ആ രീതിയിൽ എന്തിനാണ് പെരുമാറുന്നത്? മറ്റ് അവിടുത്തെ തന്ത്രിമാരെ ആയാലും അവിടുത്തെ ആൾക്കാരെ ആയാലും തീരെ അവഹേളിക്കുന്നു. അപ്പം ഒരു ക്ഷേത്രത്തിലെ ജീവനക്കാരെന്ന് പറയുമ്പോൾ ക്ഷേത്രം കൊണ്ട് ജീവിക്കുന്നവരാണ്. ആ ക്ഷേത്രമാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ ആത്മീയ കേന്ദ്രം. ഒരു ആത്മീയതയോടുകൂടിയാണ് അവരോട് പ്രവർത്തിക്കുന്നത്. അല്ലാതെ ഒരു പണം വാങ്ങുന്ന അല്ലെങ്കിൽ ശമ്പളം വാങ്ങുന്ന രീതിയിലല്ല ക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനെ പോലെ ക്ഷേത്രത്തിൽ അയാൾക്ക് പൂജാരിക്ക് പ്രവർത്തിക്കാൻ പറ്റുമോ? അയാൾക്ക് അവധിയുണ്ടോ? അയാൾക്ക് ഈ പറഞ്ഞ 365 ദിവസവും അയാൾ ക്ഷേത്രത്തിൽ ജോലി ചെയ്യണ്ടേ? അതോ വെളുപ്പിനെ 2 മണിക്കോ 3 മണിക്കോ ക്ഷേത്രത്തിൽ വന്നാൽ ഒരു 10-11 മണിക്ക് തിരിച്ചു പോയാൽ വീണ്ടും വൈകുന്നേരം 4 മണിക്ക് വന്നാൽ രാത്രി 10-11 മണിക്കായിരിക്കും തിരിച്ചു പോകാൻ കഴിയുന്നത്. ആ രീതിയിലാണ് ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അവർക്ക് ഒരു ദിവസം അവധി എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ ക്ഷേത്രത്തെ അത്രത്തോളം അവരാ കുടുംബപരമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മുൻ തലമുറക്കാരോ ചെയ്തു പോകുന്നത് തുടർന്ന് പോരാണ് അവർ. അപ്പോൾ ആ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നു. മറ്റ് ക്ഷേത്ര ജീവനക്കാരായാലും പ്രവർത്തിക്കുന്നു. ഭക്തജനങ്ങൾ എന്തിനാണ് ക്ഷേത്രത്തിലേക്ക് വരുന്നത്? മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങൾ പോലെയല്ല ക്ഷേത്രങ്ങൾ. ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ അത് ശക്തി കേന്ദ്രങ്ങളാണ്. അത് ആ ഭഗവാന്റെ സ്വരൂപമാണ് അവിടെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നാൽ ഇപ്പോൾ ശബരിമല അയ്യപ്പ ക്ഷേത്രമായാലും ശരി, അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രമായാലും ശരി, അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമായാലും ശരി, ഈ ക്ഷേത്രങ്ങളൊന്നും ഭഗവാന്റെ അല്ല. ഭഗവാൻ ഇരിക്കാൻ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. ആൾക്കാരുടെ മനസ്സിലും ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് ഭഗവത് ചൈതന്യം. ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയാണ്. അവർക്ക് വരുമ്പോൾ അവരുടെ ആവലാതികൾക്ക് പരിഹാരം കാണാനും ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനും അവർ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ വരുന്ന സ്ഥലമാണ്. അവിടെ വരുമ്പോൾ ആ പവർ, അവിടുത്തെ ചൈതന്യം അവരിലേക്ക് ആവാഹിക്കപ്പെടുകയാണ്. ആ ചൈതന്യത്തിലാണ് ആ ചൈതന്യം മനസ്സിലാക്കാനാണ് അവർ ക്ഷേത്രത്തിൽ വരുന്നത്. അല്ലാതെ മറ്റ് ആരാധനാലയങ്ങൾ പോലെ പോയി ഇരുന്ന് ജപിച്ചോ അല്ലെങ്കിൽ കുമ്പസാരിച്ചോ അല്ലെങ്കിൽ കുർബാന കൂടിയോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇപ്പം നിസ്കരിച്ചോ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. അവിടെ ഒരു ഹാളാണ്. ആ ഹാൾ നമുക്ക് ഇപ്പോൾ നിസ്കരിക്കുന്നത് ഒരു മോസ്കിൻ്റെ ഹാൾ, ആ ഹാളിൽ നിസ്കരിക്കുന്നു. അത് പല സ്ഥലത്തും നിസ്കരിക്കാം, അത് പ്രശ്നമില്ല. അവിടെ അല്ലാതെ മറ്റവിടെ ബിംബങ്ങളോ അവിടെ മറ്റ് പ്രതിരൂപങ്ങളോ ഇല്ല. അതുപോലെ തന്നെ ഇപ്പോൾ പള്ളിയിൽ പോയ കുരിശുണ്ട്. കുരിശിപ്പം വീട്ടിൽ വെച്ചാൽ അവിടെ നിസ്കരിക്കാം, അല്ലെങ്കിൽ അവിടെ പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ കുമ്പസരിക്കാം, അല്ലെങ്കിൽ കുർബാന കൊള്ളാം. അപ്പോൾ അതിനൊക്കെ ചെയ്യാം. അതുപോലെയല്ല ക്ഷേത്രങ്ങൾ ആ ഈശ്വര ചൈതന്യത്തെ പൂർണ്ണമായും ആവാഹിച്ച് ആ രീതിയിൽ തന്ത്രവിദ്യ പ്രാധാന്യമായിട്ട് തന്ത്രി സ്ഥാപിച്ച് പിതൃസ്ഥാനത്തുള്ള തന്ത്രിയും അതുപോലെ പൂജാരികളും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റ് വടക്കേ ഇന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും തുലോ വ്യത്യസ്തമാണ്. ഇവിടുത്തെ പൂജാവിധികളിലൂടെയും നേദ്യങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങളിലൂടെയും സപ്താഹം ഉൾപ്പെടെയുള്ള പല കർമ്മങ്ങളിലൂടെയാണ് ആ ക്ഷേത്ര ചൈതന്യത്തെ വർദ്ധിപ്പിക്കുന്നത്. ആ ക്ഷേത്ര ചൈതന്യം വർദ്ധിച്ചാൽ മാത്രമേ അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അതിൻ്റേതായ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഓരോ ചടങ്ങുകൾ നടത്തുന്നത്. ഉത്സവം എന്തിനാ? ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നതിനാ? ഭഗവാന് വേണ്ടിയാണ് ഉത്സവം നടത്തുന്നത്? അല്ല. അവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഒത്തുകൂടാനും അവർക്ക് അവരുടെ പണ്ട് ക്ഷേത്രങ്ങൾ എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ പൂജാസ്ഥാനങ്ങൾ മാത്രമായിരുന്നില്ല. ക്ഷേത്രങ്ങളിലായിരുന്നു ഇവിടെ കലയും ഇവിടുത്തെ സാഹിത്യവും സംസ്കാരവും എല്ലാം. എല്ലാ കാര്യങ്ങളും അവിടെ വളർന്നു വന്ന ക്ഷേത്രങ്ങളിലാണ്. ആ ക്ഷേത്രങ്ങളിൽ ഉത്സവം നടത്തുന്നത് അവിടുത്തെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലുള്ളവർക്കെല്ലാം ഒത്തുകൂടാനും ആ ഒരു ആഘോഷത്തിന് വേണ്ടിയാണ് ഉത്സവം. അല്ലാതെ ഭഗവാന് വേണ്ടിയുള്ള ഉത്സവമല്ല. ഭഗവാനുള്ള ഉത്സവം എന്ന് പറയുന്നത് അകത്ത് കിടക്കുന്ന പൂജാതി കർമ്മങ്ങളാണ്, അതല്ല ഉത്സവം. അപ്പോൾ ആ ഉത്സവത്തിൽ ഇത്തരം കാര്യങ്ങൾ, അനാവശ്യമായ കാര്യങ്ങൾ ഉത്സവത്തിൽ കൊണ്ടുവരിക എന്നത് തെറ്റാണ്. സത്യം പറഞ്ഞാൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഉത്സവങ്ങളിൽ ക്ഷേത്രീയ കലകൾ മാത്രമേ അവതരിപ്പിക്കാവൂ. ഈ പറഞ്ഞ ഡാൻസും കൂത്തും അല്ലെങ്കിൽ ഈ മിമിക്രിയും അങ്ങനെയുള്ള സംഭവങ്ങൾ അവതരിപ്പിക്കാനുള്ള സ്ഥലങ്ങളല്ല ക്ഷേത്രങ്ങൾ. പക്ഷേ ക്ഷേത്രകലകൾ പഠിച്ച എത്രയോ പേർ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് പട്ടിണി കിടക്കുകയാണ്.
അപ്പോൾ അവരെയെല്ലാം ക്ഷേത്രങ്ങളിൽ നിന്ന് അകറ്റി ഇതുപോലുള്ള പേക്കൂത്തുകൾ കാണിക്കുന്ന ഒരു സ്ഥലമായി ക്ഷേത്രങ്ങൾ മാറ്റുന്നു. ആ തെറ്റ് തന്നെയാണ്. കമ്മിറ്റിക്കാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ കീഴിൽ ഏകദേശം 200 ചില്ലാനും ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ക്ഷേത്രകലയല്ലാതെ കഥകളിയോ അല്ലെങ്കിൽ കൂടിയാട്ടമോ അല്ലെങ്കിൽ കൂത്തോ അല്ലെങ്കിൽ ഓട്ടംതുള്ളലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ക്ഷേത്രീയ കലകൾ മാത്രമേ അവിടെ അവതരിപ്പിക്കാവൂ. അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി. അല്ലാതെ ഇതുപോലുള്ള മിമിക്രിയും ഡാൻസും പാട്ടും കൂത്തും കാണിച്ച് അതിനുവേണ്ടി ആൾക്കാർ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്ന തെറ്റാണ്. ക്ഷേത്രീയമായ കാര്യമല്ല.